ചുമമരുന്നുകൾ നിരോധിച്ച് മണിപ്പൂർ. കൂടിയ അളവിൽ ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ കണ്ടെത്തിയതിന് പിന്നാലെ റീലൈഫ്, റെസ്പി ഫ്രഷ് എന്നീ സിറപ്പുകളാണ് നിരോധിച്ചത്. വിനീത വിജയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, ഇപ്പോൾ സമാനമായ രീതിയിലുള്ള ചുമമരുന്നുകൾ പല സംസ്ഥാനങ്ങളും നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത മണിപ്പൂരിൽ നിന്നാണ്. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് പ്രവിധാൻ ക്രിസ്റ്റീന. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ 3 കഫ് സിറപ്പുകൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ കോൾഡ്രിഫ് കഫ് സിറപ്പ് നിരോധിച്ചു. ഇപ്പോൾ പിന്നാലെ റെസ്പി ഫ്രഷ്, ഒപ്പം തന്നെ റീലൈഫ് എന്നിങ്ങനെയുള്ള 2 മരുന്നുകൾ കൂടി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ മരുന്നുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ മണിപ്പൂരിലും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ മരുന്നുകളിൽ നടത്തിയ പരിശോധനയിൽ ഉയർന്ന അളവിൽ ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ എന്ന രാസപദാർത്ഥം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മരുന്നുകൾ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പുകളിൽ വിൽക്കുന്നുണ്ട് എങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മണിപ്പൂർ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം മറുവശത്ത് ഈ മരുന്ന് നിർമ്മാണ കമ്പനിക്കെതിരെയുള്ള അന്വേഷണവും കേസുകളും ഒക്കെ ഇതിനോടകം തന്നെ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രംഗനാഥൻ എന്ന കാഞ്ചീപുരത്തുള്ള ഈ മരുന്ന് നിർമ്മാണ യൂണിറ്റിന്റെ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മധ്യപ്രദേശിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം എത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളെ 10 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. പോലീസിന്റെ കസ്റ്റഡിയിലേക്കാണ് വിട്ടിരിക്കുന്നത്. വളരെ വിശദമായി തന്നെ മണിപ്പൂരിലും ചുമമരുന്നുകൾ നിരോധിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് വിനീത വിജിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.